അസ്സലാമു നമ്മളിപ്പോൾ കുറച്ച് പേര് ഈ പുതിയതായിട്ട് പ്രാവ് വാങ്ങുന്ന ആളുകൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ നമ്മളൊക്കെ സ്ഥിരമായിട്ട് പ്രയാസപ്പെട്ടിരുന്നൊരു കാര്യമാണ് മെയിലും ഫീമെയിലും തിരിച്ചറിയാൻ പറ്റാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പ്രാവിൽ അല്ലെങ്കിൽ കിളികളിൽ ബേഡ്സിൽ മെയിലും ഫീമെയിലും എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സ്പേർട്ടൊന്നുമല്ല, പ്രാവ് കാലാകാലങ്ങളായി വളർത്തിയ ആൾക്കാരൊന്നുമല്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് മനസ്സിലായ കുറച്ച് രീതികൾ. അപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്ന സമയത്ത് പലരും പല രൂപത്തിൽ മെയിലും ഫീമെയിലും നോക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് പ്രാവിനെ പിടിച്ചിട്ട് ഇതിൻ്റെ തല ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് തല കുഴിയുന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ കുഴിയുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫീമെയിലും, കുഴിയുള്ള എന്നുണ്ടെങ്കിൽ മെയിലും എന്ന് നമ്മുടെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഈ കടകളിലൊക്കെ കച്ചവടക്കാർ പറയുന്നൊരു സംഭവമാണ്, പ്രാവിൻ്റെ ബാക്കിൽ നമ്മുടെ 2 എല്ലുണ്ട്. ഈ 2 എല്ലിൻ്റെ ഇടയിൽ നമ്മുടെ വിരൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഫീമെയിൽ, പോയില്ല എന്നുണ്ടെങ്കിൽ മെയിൽ. അതുപോലെ തന്നെ വേറെ ഒരു രീതിയിൽ പറയും, പ്രാവ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ അത് ഫീമെയിൽ, കിടന്നില്ലെങ്കിൽ മെയിൽ. ഇതിപ്പോൾ മെയിലാണ്. അപ്പം ഇങ്ങനെ പല രീതിയിലും ആളുകൾ പറയലുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെയൊന്നും, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡോക്ടർമാരുടെ അടുത്തും അതുപോലെ തന്നെ വലിയ പ്രാവ് ബ്രീഡേഴ്സ് ഇതിൻ്റെ അടുത്തൊക്കെ ചോദിച്ചതിൽ നമ്മൾ മനസ്സിലാക്കിയൊരു സംഗതി, അങ്ങനെയൊന്നും ഒരിക്കലും പ്രാവിനെ നോക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മെയിലും ഫീമെയിലും നമുക്ക് അങ്ങനെ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ മെയിലും ഫീമെയിലും പക്കയായിട്ട് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ DNA ടെസ്റ്റ് നടക്കും, ഒന്നാമത്തെ കേസ്. അതല്ലാതെ നമുക്ക് മെയിലും ഫീമെയിലും എങ്ങനെ നോക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രാവ്, നമ്മുടെ കയ്യിലൊരു പ്രാവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത് മെയിലാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വാങ്ങിയ പുതിയ പ്രാവ് കൂട്ടിൽ അതിൻ്റെ കൂടെ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറുകുന്നുണ്ടെങ്കിൽ, ഇത് കുറുകണു എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് കേട്ടാൻ പറ്റും, കുറുകി അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ അത് ഫീമെയിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. ഇത് നമ്മുടെ മെയിൽ പ്രാവാണ്. ഇങ്ങനെ പെയറായി നിൽക്കുന്ന സമയത്ത്, ഇങ്ങനെ 2 പ്രാവ് നിൽക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു രണ്ട് പ്രാവുകൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏതാണ് മെയില് ഫീമെയിലാണെന്ന് ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിലാക്കാം. കാരണം വലിപ്പത്തിൻ്റെ കാര്യത്തിലും ഭംഗിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ കുറുകുന്ന കാര്യത്തിലും ഇങ്ങനെ കഴുത്ത് മസ്ത് പിടിച്ച് കുറുകണേനെയാണ് നമ്മൾ മസ്ത് പിടിക്കുക, കുറുകുക എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ കുറുകിയിട്ട് ഒന്നിൻ്റെ പിന്നാലെ പോകണു എന്നുണ്ടെങ്കിൽ ഇത് ഫീമെയിലും ഇത് മെയിലും ആയിരിക്കും. ഇങ്ങനെ കുറുകി നടക്കുന്നത് എപ്പോഴും മെയിലായിരിക്കും. അതിൻ്റെ കൂടെ കുറുകാതെ അതിനോടൊപ്പം കുറുകലിനനുസരിച്ച് നിന്ന് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫീമെയിൽ. ഇതല്ല, പകരം നമ്മളിവിടെ ഒരു മെയിലിനെയാണ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പകരം ഒരു മെയിലിന് ഇട്ട് കഴിഞ്ഞാൽ എന്താവും, അത് രണ്ടും തമ്മിൽ കടി കൂടും. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, ഒരു കൂട്ടിലിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ മെയിലാണ്, ഇത് ഫീമെയിലും. ഇനിയിപ്പോൾ നമുക്ക് ഒരു മെയിലിൻ്റെ കൂട്ടിലിട്ട് കാണിച്ചു തരാം. ഈ കൂട്ടിൽ കാണുന്ന വൈറ്റ് ആണ് മെയിലും, അതുപോലെ തന്നെ തലയുവെള്ള ഫീമെയിലുമാണ്. നമ്മൾ ഫീമെയിലിനെ മാറ്റിയിട്ട് മെയിലിനെ ഇടണം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും, രണ്ടും കുറുകി നടക്കുകയാണ്. അതല്ല, അവർ ഒരു നിലയ്ക്കും തമ്മിൽ യോജിക്കണമില്ല, കുറുകുന്നുമില്ല, തമ്മിൽ പോകണില്ല. രണ്ടും ഇവരെന്താ പറയുക, ഒന്നില്ലെങ്കിൽ മെയിലാണെങ്കിൽ തമ്മിൽ അവർ അടികൂടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്ത് കാട്ടും, തീരെ നിൽക്കൂല. ഞാൻ വേറെ ഒരെണ്ണം കൂടി ഇട്ട് കാണിച്ചു തരാം. ഫീമെയിലാണ്. നമ്മൾ അടിയിൽ വേറെ ഒരു നമ്മളിപ്പോൾ ഈ വൈറ്റ് മെയിലാണ്. നമ്മൾ ഇത് വേറൊരു മെയിലാണ്, ഈ തലയുള്ള വേറൊരു മെയിലാണ്. അതിനിട്ട് കൊടുക്കുകയാണ്.
നോക്കിയാൽ മനസ്സിലാൻ പറ്റും. കണ്ടോ അതിൽ നമുക്ക് തല്ല് കൂടുകയാണ്. അപ്പോൾ അവരിങ്ങനെ പരസ്പരം തല്ല് കൂടുകയാണ്. ഒരു നിലയ്ക്കും എന്താ പറയുക സ്നേഹം കാണിക്കാനുള്ള അങ്ങനെ തിരിച്ച് തല്ല് കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും മെയിലാണെന്ന് മനസ്സിലാക്കുക. അതല്ല ഇവർ തമ്മിൽ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ അത് കൊത്തുന്ന സമയത്ത്, കയറുന്ന സമയത്ത്, കുറുകുന്ന സമയത്ത് പ്രത്യേകിച്ച് പ്രശ്നവും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഫീമെയിലും, ഇങ്ങനെ തല്ല് കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് മെയിലും. ഇങ്ങനെ ഒരു രീതിയിൽ മാത്രമാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ അത് മെയിലാണോ ഫീമെയിലാണോ. അല്ലാണ്ട് നമുക്ക് ഒരിക്കലും എന്താ കാട്ടാൻ പറ്റില്ല ഇത് മെയിലാണോ മറ്റേത് ഫീമെയിലാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൾ കണ്ടില്ല, അതുകൾ ഒരു കുഴപ്പമില്ലാണ്ട് അടുത്ത് പോകും. അതുകൾ ഒരു കുഴപ്പമില്ലാണ്ട് അടുത്ത് തമ്മിലിരുന്നിട്ട് അങ്ങനെ കൂടുതൽ പ്രശ്നം കാണിക്കും. ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ മെയിലും ഫീമെയിലും മനസ്സിലാക്കും. ഇതാണ് ഒരു രീതി. ഇതല്ലാതെ നമുക്ക് പിന്നെ നമ്മുടെ കൂട്ടിൽ തന്നെ പറന്ന് വളർന്ന അല്ലെങ്കിൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണെങ്കിൽ കുറേ വളർത്തുന്ന ആളുകൾക്ക് കാണുമ്പോൾ മനസ്സിലാവും മെയിലാണോ ഫീമെയിലാണോ അതിൻ്റെ രൂപം വെച്ചിട്ട്. പക്ഷെ അതും നമുക്ക് 100% പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു രീതിയിലാണ്. ഇതല്ലാതെ വേറെ യൂട്യൂബിലും തലയിൽ തൊട്ടിട്ടും മറ്റേതിനും മറിച്ചതിലൊക്കെ കാണിക്കുന്ന രീതികളൊക്കെ തെറ്റാണ്. എക്സാക്ട്ലി അറിയണമെങ്കിൽ DNA ടെസ്റ്റ് നടത്തണം, അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം.